ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ചെർപ്പുളശ്ശേരി ഹൈവേ എന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മനോഹരമായിട്ടുള്ളൊരു ഫാം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു 2.33 ഏക്കർ 2 ഏക്കർ 33 സെന്റ് സ്ഥലവും ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഒരു വീടും, അത് 2 ബെഡ്റൂം ഉള്ള ഒരു വീടാണ്. ഒരെണ്ണം അറ്റാച്ച് ആണ്, ഒരെണ്ണം കോമൺ ആണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ ഇത്. ഹൈവേ എന്ന് നോക്കുമ്പോൾ നമുക്ക് വെറും 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ, KSRTCയുടെ അവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ, മണ്ണാർക്കാട് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 26 കിലോമീറ്റർ, ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്നാണെങ്കിൽ 37 കിലോമീറ്റർ, മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ട്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 73 മാവുണ്ട്, നല്ല കായ്ഫലമുള്ള മാവുകൾ. അതുപോലെ തെങ്ങ് നോക്കുകയാണെങ്കിൽ 113 തെങ്ങുകളുണ്ട്, കവുങ്ങ് 315 ഉണ്ട്. അതുപോലെ അത്യാവശ്യം വാഴകളുണ്ട്, കുരുമുളകുണ്ട്, നാരങ്ങയുണ്ട്, പുന്നക്ക, റംബൂട്ടാനുണ്ട്, പതിമുഖമുണ്ട്, നെല്ലിയും അരിനെല്ലിയും, അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു പ്ലോട്ട് കേട്ടോ. ഏകദേശം 2.33 ഏക്കർ, 2 ഏക്കർ 33 സെന്റ് സ്ഥലം. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ളൊരു ഏരിയ. നമ്മൾ മേലെ ചെറിയൊരു ഇറക്കം താഴ്ത്തിക്കുണ്ട് കേട്ടോ, ചെറിയൊരു സ്ലോപ്പ് താഴ്ത്തിക്കുണ്ട്. ഈ ഒരു സൈഡ് മൊത്തത്തിൽ നമ്മൾ ഗേറ്റ് കടന്ന ലെഫ്റ്റ് സൈഡിൽ മൊത്തത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ഒരു ഹൈറ്റിൽ. അതിൻ്റെ മേലേക്ക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വാഴയൊക്കെ നല്ല കുലച്ച് നിൽക്കണം, നാളിപ്പൂവനാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ, ബാക്കി 3 സൈഡും ഏകദേശം പറയുകയാണെങ്കിൽ കമ്പിവേലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റും ബൗണ്ടറി ഉണ്ട്. കംപ്ലീറ്റ് പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ്. ഇത് കൂടെ നമുക്ക് നടക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തുകൊണ്ട് എല്ലാവിടേക്കും വെള്ളം, നമുക്ക് മോട്ടർ ഇട്ടാൽ മതി, എല്ലാവിടേക്കും വെള്ളം എത്തും. അല്ല, വാഴയൊക്കെ നിറയെ വാഴകൾ നട്ടുവെച്ചിട്ടുണ്ട്. മാവിലൊക്കെ ഏകദേശം മാങ്ങകളൊക്കെ അവർ വലിച്ച് വിറ്റതാണ്. ഇപ്പോൾ ചില മാവുകളിൽ മാത്രം കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട്, ബാക്കിയൊക്കെ അവർ വലിച്ച് വിറ്റതാണ്. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ 1 വർഷം 2 വർഷം കൊണ്ട് കഴിയുമ്പോൾ കവുങ്ങുകളൊക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി നെക്സ്റ്റ് ഇയർ മുതലായിരിക്കും ശരിക്കും എല്ലാത്തിനും നമുക്ക് നല്ല ആദായം കിട്ടാൻ തുടങ്ങുക. ഈ ഒരു ടോട്ടൽ പ്രോപ്പർട്ടി ഇവർ പറഞ്ഞ പോലെ 2.33 ഏക്കറും ഈ ഒരു വീടും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ലാൻഡ് കണ്ടല്ലേ, ഡ്രിപ്രിഗേഷൻ വെള്ളമൊക്കെ ഈ വഴിക്ക് എല്ലാം എത്തുന്നത്. ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 1.5 CR, 1,50,00,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നമ്മളിത് വീഡിയോ കംപ്ലീറ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തെടുക്കണം. ശരിക്കും പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാലും എല്ലാവരും ഈ വീഡിയോ മൊത്തം എല്ലാ ഏരിയയും എങ്ങനെയുണ്ട് ലാൻഡ് എന്നെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലെങ്തിയാണ് കേട്ടോ വീഡിയോ വന്നിട്ട്. പക്ഷെ നമുക്ക് എല്ലാ ഏരിയ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, ഈ ബാക്ക് സൈഡിൽ കണ്ടു നല്ല പാടത്തിൻ്റെ വ്യൂ ആണ്, കാര്യങ്ങളൊക്കെ. ഇതാണല്ലേ, ചെറിയ കൊച്ചു മാവാണ്, പക്ഷെ അതിൽ കായ്ച്ച നിൽക്കണല്ലേ. ഇന്നൊക്കെ മാവ് വലിച്ചാണ്, ഇപ്പോൾ കുറച്ചും കൂടി അതിൽ ബാലൻസ് ഉള്ളത്. കണ്ടേ, അതന്നെ അത്യാവശ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊക്കത്തിൽ തന്നെ ഉള്ളൂ മാവ്, അത് മൊത്തം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള 72ഓളം മാവുകൾ ഇപ്പം ഉണ്ട്. പിന്നെ ഇതാണല്ലേ റംബൂട്ടാൻ നിൽക്കുന്നുണ്ടല്ലേ, റംബൂട്ടാനൊക്കെ അത്യാവശ്യം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇതുപോലെ നെല്ലി, നാരങ്ങ എല്ലാം കായ്ച്ചിട്ടുണ്ട് ഏകദേശം. ഇത് അടുത്തുള്ള ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊല കണ്ടോ റംബൂട്ടാൻ്റെ. അത്യാവശ്യം എല്ലാം കായ്ച്ചു നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഇത് നല്ലൊരു ബാംബൂസിൻ്റെ ആ ഒരു മുളയുണ്ടല്ലോ, മുള്ളില്ലാത്ത മുള, ഓടക്കാളിനൊക്കെ ഉപയോഗിക്കാൻ പോലത്തെ ആ മുളൻ്റെ ഒരു പരുവക്കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരു മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി. നല്ല മണ്ണുമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബോർവെല്ലുണ്ട്, 24 hour അടിച്ചാലും വെള്ളം നിൽക്കില്ല, അതുപോലത്തെ ഒരു ബോറാണ്. കിണർ വെള്ളമുണ്ട്, പക്ഷെ അത് മരങ്ങൾക്കായിട്ട് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും കുറയും. അതുകൊണ്ട് കിണറ്റ് വെള്ളം അവർ അധികം വീട്ടിലേക്കുള്ള ആവശ്യത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബോറാണ് കംപ്ലീറ്റ് നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യം മോട്ടർ ഇട്ടാണെങ്കിൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ഓടിയാലും പറ്റത്തില്ല. ആണല്ലേ, ബാക്ക് സൈഡിൽ നല്ല പാടത്തിൻ്റെ വ്യൂ ആട്ടോ.
പാടമൊക്കെ ഈ നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ചിട്ട് കുറേ താഴ്ചയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്കിവിടെ കിണർ വരുന്നത് കേട്ടോ. അതാണല്ലോ കിണർ. നല്ല 10-12 വട്ടം വലുപ്പമുള്ള വലിയൊരു കിണറാണ്. വെള്ളം മൊത്തം ചെടികളൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. നോക്കാം എങ്ങനെയെങ്കിലും ഉള്ളിലുള്ള വെള്ളം നോക്കാനായിട്ട് കേട്ടോ. ഒരു ഇച്ചിരി ഇടങ്ങളുണ്ട്. പിന്നെ മേലെ കൂടെ തന്നെ തൽക്കാലം ക്യാമറ വെച്ച് നോക്കാം കേട്ടോ. അല്ല താഴെ വെള്ളം കാണാണ്ടോ. കണ്ടല്ലോ നല്ല വെള്ളമുണ്ട്. ഇതിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇതിന് അധികം എടുക്കുന്നത്. ചെടികൾ നനയ്ക്കാനായിട്ട് നമുക്ക് മേലെ തന്നെ നല്ലൊരു ബോർവെല്ലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു മോട്ടോർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിണറിനോട് ചേർന്ന് തന്നെ അല്ലേ മോട്ടോർ ഷെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഫാം സെറ്റപ്പിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്ക് നല്ല വൈബ് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് മേലെ കയറാനുള്ള വഴിയാണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത്. ഈ വഴിക്ക് നമുക്ക് ഇറങ്ങാം. ഇവിടെ കണ്ടോ കുരുമുളക് എല്ലാത്തിലും കയറ്റി വിട്ടിട്ടുണ്ട്. ഇതാണ് ബോർവെല്ല് എടുക്കുന്നത്. റീചാർജ് ചെയ്തിട്ടുള്ള നല്ല ബോർ. അപ്പോൾ കംപ്ലീറ്റ് 24 hour അടിച്ചാലും നമുക്ക് ഒരു തരത്തിലുള്ള വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജും വരാത്ത നല്ലൊരു ബോർ തന്നെ കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ ഈ ഒരു വഴി നേരെ നമുക്ക് ആ വീട്ടിലോട്ട് കയറാൻ പറ്റും കേട്ടോ. അല്ല സൈഡിലൊക്കെ കുരുമുളക് വള്ളി പടത്തി കയറ്റിക്കുന്നുണ്ടല്ലേ. ഈ പൈപ്പിലൂടെ കൊടുത്തിരിക്കുന്നതൊക്കെ കുരുമുളക് വള്ളിയാണ്. ഇതുണ്ടല്ലേ ഫുള്ളായിട്ട് കുരുമുളക് കയറ്റി വിട്ടി. ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് അവർ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളും കാര്യങ്ങളും നല്ല വൈബായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇത് നമുക്ക് ട്രിപ്പ് ഇറിഗേഷൻ്റെ ഓരോ വാൾവ് ഓരോ സൈഡിനനുസരിച്ചിട്ട് ഓരോ സ്റ്റെപ്പിനനുസരിച്ച് നമുക്ക് മാറ്റാനുള്ളതാണ്. ഇപ്പോൾ ഇവിടം വരെയുള്ള ബ്ലോക്ക് ചെയ്തിടാം, ഒരു ഭാഗം നനയ്ക്കാം, പിന്നെ അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ചെയ്യാനുള്ള പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ. ഇത് ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. തെങ്ങുകൾക്ക് എല്ലാത്തിനും നമ്പർ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്ത് പോയി നോക്കിയാന്ന് വെച്ചാൽ ടോട്ടൽ നമുക്ക് 113 തെങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നേരെ കണ്ടേ തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ഫലുള്ള കണ്ടല്ലേ, നല്ല കായ്ഫലുള്ള തെങ്ങുകൾ തന്നെയാണ്. ഇവിടെ അതേപോലെ ഒരു ഹോൾട്ട് കൊടുത്ത് കണ്ടോ. ഇത് ഓരോ ഭാഗത്ത് ഓരോ സ്റ്റെപ്പായിട്ട് ഭാഗങ്ങളിൽ നമുക്ക് ആ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കും ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഓരോ ഭാഗത്തേക്കായിട്ട് വെള്ളം കറക്റ്റായിട്ട് പോവും. അപ്പോൾ എല്ലാ ഭാഗത്തും നനയ്ക്കാനായിട്ട് കറക്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് അടിച്ചാൽ നേരെ വീട്ടിലോട്ട് കയറും. നമുക്ക് വീടിൻ്റെ ഏരിയയും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇതവിടെ താഴത്ത് ലെമൺ നല്ലോണം കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെമൺ അവിടെ ഉണ്ട്. കുറേ മരങ്ങളുണ്ട്. ചിലതിൻ്റെ പേരുകളൊന്നും നമുക്ക് തന്നെ കിട്ടില്ല. പലതരത്തിലുള്ള പേരും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ലാൻഡ്. നമ്മൾ നടന്നിറങ്ങി ചുറ്റും നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല, പക്ഷെ എല്ലാവിടെയും തെങ്ങും കവുങ്ങും തന്നെ നിറഞ്ഞു നിൽക്കുന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ അതിലുള്ള വീട്. നേരെ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നിർത്താം കേട്ടോ. കാർ നേരെ കൊണ്ടുവരാൻ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നേരെ ഇതിലേക്ക് വരും, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റുവട്ടം ആദ്യം നോക്കാം. വീടിൻ്റെ അല്ല കംപ്ലീറ്റ് ഗ്രില്ല് നല്ല കമ്പി കൊണ്ട് നല്ല ഗ്രില്ല് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കുട്ടി മതിൽ വീടിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊന്നും ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ ചുറ്റും അതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെർവൻ്റ് ക്വാർട്ടറിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് കടന്ന് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ നേരെ സെർവൻ്റ് ക്വാർട്ടറിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ട്. ചെറിയൊരു സെർവൻ്റ് ക്വാർട്ടർ അവിടെ ഉണ്ട്. ഇവിടെ ഔട്ട് സൈഡിൽ നമുക്ക് അതുപോലെ വാഷ്റൂമും കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് ബാത്റൂമും അതുപോലെ ടോയ്ലറ്റും ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല ഈ ഭാഗത്തും ഒക്കെ കുരുമുളക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കി അറിയാം ഡ്രിപ്പ് ഇറിഗേഷനിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണല്ലേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ കുരുമുളകാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് മേലെ ട്രസ് വർക്ക് ചെയ്തിട്ട് വീട് പഴയ വീടാണ്, പക്ഷെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയും ഈ ഒരു കംപ്ലീറ്റ് തൊടിയായാലും അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീടായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ ടൈൽസ് ഒന്നുമല്ല, കാവി തന്നെയാണ്. പക്ഷേ ടൈൽസിനെക്കാട്ടി നന്നായി ഷൈൻ ചെയ്തിട്ട് കാവി വെച്ചിട്ടുണ്ട് അവർ അല്ലേ. കംപ്ലീറ്റ് ട്രസ് വർക്ക് ചെയ്തിട്ട് മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലി പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നടത്താം. അതുപോലെ ഇവിടുത്തെ സിറ്റ് ഔട്ട് ഏരിയ മൊത്തത്തിൽ അവർ ഗ്രില്ല് ചെയ്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ് കണ്ടല്ലേ, നല്ല രസമായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തട്ടില്ലേ അവിടെ ഒരു
അത്യാവശ്യം നല്ലൊരു സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ പല ഭാഗത്ത് ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ചെയ്താണ്ടല്ലോ. നല്ലൊരു ഹോം സ്റ്റേക്ക് പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്. കാരണം ഈ ഒരു ഫ്രണ്ടേജിൽ വലിയൊരു ഇൻഫിനിറ്റി പൂൾ അങ്ങ് സെറ്റ് ചെയ്താൽ മതി, വേറെ ലെവലിൽ മാറും. നല്ലൊരു ഫാം സ്റ്റേ റിസോർട്ട് ആ സെറ്റപ്പ് വരും. അല്ല, ഫ്രണ്ടിൽ ഗാർഡനിങ് കാര്യം സെറ്റപ്പും ഒക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ കയറുമ്പോൾ തന്നെ നല്ല വലിയൊരു സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. അല്ല, അതിൽ ചുറ്റും ആൾക്കാർ ഒരുപാട്, ഒരു വലിയ ഫാമിലി ഉണ്ടെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരുന്നത് അല്ലേ. നല്ല നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ. അവിടെ നമ്മൾ നേരെ കയറുന്ന ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഇവിടുന്ന്. അല്ല, ഇവിടെയും ആ ഒരു ലെങ്ത്ത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കാവിയാണ് കേട്ടോ, പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ ലിവിങ് സ്പേസിന് നമ്മൾ നേരെ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പം അങ്ങനെ ആളും അത്ര താമസവും കാര്യങ്ങളൊന്നുമില്ല അല്ലേ, അറ്റാച്ച്ഡ് ആണ്. നമ്മൾ നേരെ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്നിട്ട്. അതാണ് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അറ്റാച്ച്ഡ് ഇല്ല, നമുക്ക് കോമൺ ആയിട്ട് അവിടെ വാഷ്റൂം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് കിച്ചൺ ഏരിയ ആണ്. സോ ഞാൻ ഈ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. കിച്ചൺ ഏരിയ ഇവിടെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് കിച്ചൺ ഏരിയ വരുന്നത്. പിന്നെ ഒരു വർക്ക് ഏരിയ. ഇതാണ് ഇതിൽ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 2.33 വെച്ചാൽ 2 ഏക്കർ 33 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞത് ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് ഞാൻ ഫസ്റ്റേ പറഞ്ഞു, 1,50,00,000 രൂപയാണ്. 1.5 കോടി രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.